നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് ഇവിടുന്ന് കഴിക്കണം എന്നുള്ളതുകൊണ്ടേ ഇന്നലെ വയറ് കാലിയാക്കിയിട്ടിരിക്കുക. കഴിക്കാച്ചാ, എന്താ വേണ്ടേ? എന്താ മോളെ ഉള്ളത്? ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയാണെങ്കിൽ നല്ല ചൂടോടെ തരാം. എന്തായാലും കുഴപ്പമില്ല. എന്താ വേണ്ട പറഞ്ഞാ മതിയെ. അച്ഛാ, എങ്ങനെയുണ്ട്? ഇത് നീ പതിവായി ഉണ്ടാക്കുന്ന പോലെ അല്ല മോളെ. സൂപ്പർ ആയിട്ടുണ്ട്. അതിനേക്കാൾ ഗംഭീരം. കഴിച്ചിട്ട് മതിയാവുന്നില്ല മോളെ. ഓരോന്നും കൂടി എടുക്കട്ടെ അച്ഛാ. വേണ്ട മോളെ, ദേ ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. ഓ, അമ്മേ, അമ്മയുടെ അഭിപ്രായം എനിക്കറിയണ്ടേ. വിഷ്ണുമോൻ ഈ റെസ്റ്റോറന്റിന് ശാരദാസ് കഫേ എന്ന് പേരിട്ടപ്പോ എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നു. ഒരാശങ്കയും വേണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ തെളിയിച്ചു. കുടുംബശ്രീയുടെ മാനം നിങ്ങൾ കാത്തു. എന്നാ പിന്നെ ഒരു ദോശ കൂടി എടുക്കട്ടാ. അയ്യോ, വേണ്ട വേണ്ട. ഇവിടെ ഒരു ദോശ വേണം. ഒരു ദോശ കൂടെ കൊടുത്തേശനെ. കുഴപ്പമില്ല, നമ്മുടെ കടയില്ലേ. ദാ മോനെ വാങ്ങിക്ക്. അച്ഛാ, അത് എടാ സാരമില്ലടാ, ഇന്നത്തെ ദിവസമല്ലേ, കൈനീട്ടവാ. എങ്കില് ഇത്രയും പണം വേണ്ട അച്ഛാ, കഴിച്ചതിന്റെ പണം മാത്രം മതി. എന്ത് വേടാ? വിഷ്ണുമോൻ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. അന്നം വിളമ്പുമ്പോഴേ അധികം പണം വാങ്ങാൻ പാടില്ല. കഴിക്കുന്നവരുടെ മനസ്സിന്റെ നിറവാണ് ആഹാരം ഉണ്ടാക്കുന്നവർക്ക് അധികം പണത്തേക്കാൾ തൃപ്തി. എന്നാലും ആദ്യ ദിവസത്തെ കൈനീട്ടം ആയതുകൊണ്ട് വേണ്ടാന്ന് വെക്കണ്ട. ദേ, അച്ഛന്റെ കൈനീട്ടം കിട്ടിയതല്ലേ, അതിന്റെ ഐശ്വര്യം ഉണ്ടാവും. ദേ, ആ നോട്ടിന്റെ സ്ഥാനം ഇവിടത്തെ ദൈവചിത്രങ്ങൾക്ക് സമീപമാണ് കേട്ടോ. അത് വാങ്ങിച്ചോ മോനെ, ചെലവാക്കാതെ സൂക്ഷിച്ചോണം. മോനെ, ഒരു 50 രൂപ നോട്ടുമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അച്ഛനുണ്ടാക്കിയത് ഇന്നുള്ള എല്ലാം നീ അതിനേക്കാൾ നന്നാവും മോനെ. രാഘവൻ നായരുടെ ഉള്ളില് ഒരു തീപ്പൊരിയ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഉള്ളില് തീയാ ഉള്ളത്. ഇതാടാ മേടിക്കടാ. നന്നായി വരും മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കാശ് ചോദിച്ചപ്പോ നീ അതില്ലാന്ന് പറഞ്ഞ നിമിഷം നിന്റെ രാജപദവി ഞാനിങ്ങ് തിരിച്ചെടുത്തു. ആ കിരീടവും ചെങ്കോലും ഇപ്പോ എന്റെ കയ്യിലാ. Now I am the boss. എന്ത് ബോസ്? ഫോൺ പേയ്മെന്റില്ല, കാർഡ് എടുക്കില്ല. അതൊന്നും എന്റെ കുറ്റമല്ല. ചായ വാങ്ങുന്നതിന് മുൻപേ അത് ചോദിക്കാത്തതാ നിന്റെ കുറ്റം. ശരി, ഇപ്പൊ നീ ഇത് കടമായിട്ട് വെച്ചോ, ഞാൻ പിന്നെ തന്നോളാം. നടക്കില്ല സുസ്മിതേ, ഇവിടെ കടമൊന്നുമില്ല. അല്ല പിന്നെ നീ എങ്ങനെ കാശ് വാങ്ങിക്കുന്ന? ഞാൻ ഈ റോഡിലിരുന്ന് നോട്ട് അടിക്കോ? നിന്റെ കാശും എനിക്ക് വേണ്ടെങ്കിലോ? പിന്നെ നീ കുടിച്ചതടക്കമുള്ള ഇവിടുത്തെ ചായ ഗ്ലാസുകളെ മുഴുവൻ നീ ഒന്ന് കഴുകി വെച്ചിട്ട് പൊയ്ക്കോ. നിന്റെ 10 രൂപ ഞാനങ്ങ് മറന്നേക്കാം.
മനസ്സില്ലടി. നീ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഒരു 10 രൂപയ്ക്ക് വേണ്ടി. അവിടെ നിക്കടി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണു നിനക്ക്. ചവിട്ടി നിന്നെ ഈ കായലിൽ താഴ്ത്തും. സത്യമായിട്ട് ഞാനത് ചെയ്യും സുസ്മിത. 10 രൂപയ്ക്ക് വേണ്ടിയല്ല, എന്നെയും എന്റെ വിഷ്ണുവേട്ടനെയും എന്റെ അമ്മയും കുറിച്ച് നീ ഇവിടെ ഛർദിച്ച വിഷത്തിന് പരിഹാരമായിട്ട് അത്രയും ചെയ്താലൊന്നും പോരാ. കഴുകടി ഗ്ലാസ്. നിന്നോടാ പറഞ്ഞത്. ഞാൻ കഴുകിക്കൊള്ളാം. ദാ, അവിടെ പോയിരുന്നു കഴുക. ഇത് പിന്നെ ആര് കഴുകും? പിടിക്കടി. ദേ, ആ ഗ്ലാസുകൾ മുഴുവൻ കഴുകണം. കഴുകടി പെട്ടെന്ന്. അതെ, അതിലൊരെണ്ണത്തിനൊരു പോറല് വീഴുകയോ താഴെ വീണ് പൊട്ടുകയോ ചെയ്ത നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞേ? സെൻട്രലൈസ്ഡ് AC, സ്വിമ്മിംഗ് പൂളും ബാറും ഒക്കെയുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് തന്നെ ഒരു അന്തസ്സാണെന്ന്. ഈ റെസ്റ്റോറന്റ് നിന്റെ കാഴ്ചപ്പാടില് നാറിയ തട്ടുകട. ഞാൻ അഴുക്ക് ചാലിലെ കൃമി. സുസ്മിതേ, ഇപ്പൊ നിന്റെ സ്ഥാനം എന്താന്ന് നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഴുക്ക് ചാലിൽ പുളയ്ക്കുന്ന കൃമിയുടെ അസിസ്റ്റന്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ല. എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് സാധിച്ചു കഴിഞ്ഞാ ഞാൻ പോവും. മോക്ക് അതിനു മുൻപ് പോണമെങ്കിൽ മല്ലികയ്ക്കൊപ്പം പൊയ്ക്കോ. ഡാഡി തനിച്ചാണെന്ന വിഷമവും വേണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന. മമ്മി വന്നാലും കൂടെ പോവില്ലെന്ന് വാശി പിടിച്ച് നിൽക്കേ ഇവള്. മമ്മയ്ക്കൊപ്പം നിൽക്കാനല്ലേ മോളോട് പറയുന്നത്? പിന്നെന്താ, ഡാഡിയെ നോക്കാനായിട്ട് അവിടെ ആളുണ്ടല്ലോ. അത് പിന്നെ മല്ലികേ, നീ സാധനങ്ങളെല്ലാം എടുത്ത് ആ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്ക്. മോക്ക് വേണ്ട റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചെല്ലേ. ഒരു ദിവസം പോലും ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത മമ്മി എന്തിന് ഇവിടെ നിൽക്കുന്നു? അതാ എനിക്കറിയേണ്ടത്. മോളെ, ഇത് നിന്റെ മമ്മിയുടെ ജന്മനാടാ. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വീട് വാങ്ങിയത്. അതെ, നിന്നോട് ഞാൻ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. വലിയ കടബാധ്യതയിൽ എന്റെ കുടുംബം തകർന്ന് പലരും പല വഴിക്കായി പോയി. ചിലര് ജീവനൊടുക്കി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് 2 പേരാ. ഒന്നെന്റെ അമ്മ, മറ്റൊന്നെന്റെ സഹോദരൻ. ഏട്ടൻ പുറത്തെവിടെയാണെന്ന് കേൾക്കുന്നു. എന്റെ അമ്മയെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അമ്മ ഇവിടെ ഏതോ ഒരു ഓർഫനേജിലുണ്ടെന്നൊരു സൂചന കിട്ടി. ഞാനും അമ്മയും വേർപിരിഞ്ഞിട്ട് 27 വർഷമായി. അമ്മയെ കണ്ടുപിടിക്കാനാ ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. മൈ ഗോഡ്, മമ്മി വെറുതെ ഒരു കഥ പറയാണോ?
കഥയല്ല മോളെ, ജീവിതമാണ്. ഓർമ്മ വെച്ച നാള് മുതലും മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത് മമ്മിക്ക് ബന്ധുക്കളായി ആരുമില്ലെന്ന്. അത് സത്യമായിരുന്നു. ഇപ്പോഴല്ലേ മോളെ നിന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത്. മുത്തശ്ശിയെ നമുക്ക് കണ്ടുപിടിക്കണം. സഞ്ജുവിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുമ്പോ അവരുടെ സ്നേഹം അനുഭവിക്കുമ്പോ എനിക്ക് ഒരു മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആശിച്ചു പോയിട്ടുണ്ട്. നമുക്കിറങ്ങാം മോളെ. സഞ്ജന മോള് വന്നിട്ടല്ലേ ഉള്ളൂ. മോള് പോയൊന്ന് ഫ്രഷ് ആകും. ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ? നീ മംഗലശ്ശേരിയിൽ പോകാറുണ്ടല്ലേ? അതിനെന്താ, സഞ്ജു സ്വാതി എന്റെ കോളേജ് കാലത്തെ ഫ്രണ്ട്സാ. പിന്നെ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വാങ്ങിയത് നമ്മളല്ലേ? അതെന്തിനാന്നറിയോ നിനക്ക്? മംഗലശ്ശേരിക്കാരെ മുച്ചൂടും മുടിച്ചു കളയാൻ. എന്റെ കുടുംബം തകർത്തു കളഞ്ഞത് മംഗലശ്ശേരിക്കാരാ. അച്ഛന്റെയും ഏട്ടന്റെയും ആത്മഹത്യക്ക് കാരണക്കാര് അവര് മാത്ര. ഞാൻ തിരയുന്ന എന്റെ അമ്മ മനോരോഗിയാണെന്ന സത്യം നീ അറിയണം. മുഴുവൻ ഭ്രാന്തി എന്റെ അമ്മ. ആ കുടുംബവുമായി നിനക്ക് ഒരു കൂട്ടുകെട്ടും വേണ്ട. ഞാനത് സമ്മതിച്ചു തരില്ല. എന്റെ ശത്രു എന്റെ മോളുടെ ശത്രുവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചിലര് നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത്തരം ഒരവസ്ഥയിൽ ചെന്ന് പെട്ടതാണ് ശ്രീകുട്ടി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതായിരുന്നു വല്യേച്ചും കുടുംബവും. എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ താളപ്പിഴകൾ വന്നു തുടങ്ങിയത്? അമ്മു ശ്രീകുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ശേഷമല്ലേ? അത് കവിത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. അതെ, ഞാനും വല്യേച്ചും അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അതെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് വല്യേച്ചോട് പറയണമെന്ന് തോന്നി. ശ്രീകുട്ടിക്ക് എപ്പോഴൊക്കെ അപകടം പറ്റിയിട്ടുണ്ടോ അതൊക്കെ അമ്മുന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു തവണയല്ലല്ലോ, 2 തവണയായി. അതെ, അമ്മുന്റെ നാട്ടിൽ നിന്ന് ആരോ അയച്ച വിവാഹ ആൽബം വാങ്ങാൻ പോയപ്പോഴാ ശ്രീകുട്ടിയുടെ നേരെ ആദ്യത്തെ വധശ്രമം ഉണ്ടായത്. ശ്രീകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിന്നാലെ അതേ സ്ഥലത്തേക്ക് അമ്മുവും പോയി. ശ്രീകുട്ടിയെ വണ്ടി ഇടിക്കുന്നതിന് അവളും ദൃക്സാക്ഷിയാ. സഞ്ജു അവിടെ എത്തിയത് വണ്ടി കംപ്ലൈന്റ് ആയതിന്റെ പേരിൽ ശ്രീകുട്ടി വിളിച്ചിട്ടാ. അത് ചെയ്തത് ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്ത ലൂക്കയുടെ കേസിലും അന്വേഷണം വഴിമുട്ടി നിൽക്കുക. അച്ഛനെ വിളിച്ച ആ സ്ത്രീ ആരാ കവിതേ? അത് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിലോ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാ പോരെ. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി ആർക്കും ഒരറിവുമില്ല. 2ാമത്തെ മർഡർ അറ്റംപ്റ്റ് നടന്നത് എപ്പോഴാണെന്ന് വല്യേച്ചിക്ക് അറിയോ? അമ്മുന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയ ഉടനെ. അങ്ങനെയൊക്കെ ഈ വീട്ടിലുണ്ടായോ? അയ്യോ, വല്യേച്ചി ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ആ ഡിറ്റക്റ്റീവ് പണി തുടങ്ങിയ ഉടനെ ശ്രീകുട്ടി വിഷം കുത്തിവെച്ച നിലയിൽ ഹോസ്പിറ്റലിലായി. ആ ഡിറ്റക്റ്റീവ് അമ്മുന്റെ ഭർത്താവിന്റെ അടുത്തെത്തി കഴിഞ്ഞുന്നാ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അമ്മുന്റെ ഭർത്താവ് ആരാണെന്നുള്ള സത്യം ശ്രീകുട്ടി അറിയരുത് എന്നല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന് പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കവിതേ, ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എങ്ങനെ അറിയാന്? ആ ഡിറ്റക്റ്റീവ് ശ്രീകുട്ടിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അയാൾ ഉദ്ദേശം പറയാത്തതുകൊണ്ട് സഞ്ജു തിരിച്ചയച്ചു. ഗേറ്റിന് മുന്നിൽ വെച്ചാ ഞാൻ അയാളെ കാണുന്നത്. എന്നോട് അയാൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശ്രീകുട്ടിയോട് വിവരം പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ ശ്രീകുട്ടി അയാളെ തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോഴല്ലേ മനസ്സിലാവുന്നത്
ഡിക്റ്ററ്ററിന്റെ നമ്പർ അവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ വിവരം. ആ നമ്പർ ഡിലീറ്റ് ചെയ്തത് അമ്മു തന്നെയാ. അയാള് പലതവണ ശ്രീകുട്ടിയെ വിളിച്ചിട്ടും കിട്ടാതെ വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിക്റ്ററ്റീവിന്റെ നമ്പർ അമ്മു ബ്ലോക്ക് ചെയ്തു എന്നല്ലേ. സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നീ വിചാരിച്ച അയാളെ കണ്ടുപിടിക്കാനാവും. എന്റെ മോൾക്ക് ഇത് സംഭവിച്ചതിന് പിന്നിൽ ആ പെണ്ണിന് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറ് ഉറങ്ങാണോ? അല്ല, ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കായിരുന്നു. ലവ്. എന്താ? ലവേ, ലവ്. ലവാ? ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നീ നിന്റെ പ്രേമം എനിക്ക് തരികയാണെന്നോ അതോ ഹൃദയം എനിക്ക് സമർപ്പിക്കുകയാണെന്നോ? വിശാൽ സാർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ കയ്യിലെന്താ? ഇതാ, ഇത് പൂവ്. പൂവല്ല, ബൊക്കെ. അതും റോസാപ്പൂവിന്റെ ബൊക്കെ. ഇതിന്റെ ഷേപ്പിന് എന്താ പറയാ? എന്താ പറയാ? ഇങ്ങനൊരു മരക്കഴുത. എടി, ഹാർട്ടിന്റെ ഷേപ്പ് അല്ലേ അത്? എന്ന് പറഞ്ഞ? ഹാർട്ടിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ഷേപ്പ്. അതാണ് ലവിന്റെ സിമ്പിൾ. അയ്യേ, അയ്യേ. അതെ, ഇത് സെലക്ട് ചെയ്ത് തന്നതേ ഒരു ചേച്ചിയാ. സെലക്ട് ചെയ്ത ചേച്ചിയോ? ആ, അവർക്ക് നിന്റെ മനസ്സ് മനസ്സിലായിട്ടുണ്ടാവും. അതാ ഇത് തന്നെ നിനക്ക് സെലക്ട് ചെയ്തത്. ഞാൻ എന്ത് വാങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ആ ചേച്ചി എന്നോട് കാര്യം തിരക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വിശാൽ സാറിന് കൊടുക്കാനാണെന്ന്. എന്തായാലും ആ ചേച്ചിക്ക് എന്റെ വക ഒരു താങ്ക്സ്. ലവ് എന്ന് പറഞ്ഞ പ്രേമം. പ്രേമം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? വിശാൽ സാർ എന്തൊക്കെയാ ചോദിക്കുന്നത്? പറയ്. പ്രേമം എന്ന് പറഞ്ഞ എന്താ? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? അനുരാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല വിശാൽ സർ. ആ, അതെ, നീ ഇവിടെ ഇരുന്നേ, ഞാൻ പറഞ്ഞുതരാം. അനുരാഗം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നില്ലേ? അതിന് അനുരാഗം എന്ന് പറയുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്ദന ടീച്ചർക്ക് പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു. ഞാനോ? എപ്പോ? എവിടെ വെച്ച്? സാറ് കോളേജിലെ ലൈബ്രറിയിൽ വെച്ച്. ടീച്ചർ സാറിനോട് ഇരുന്നില്ലേ? അപ്പൊ ടീച്ചർ ഒരു ആഗ്രഹം പറഞ്ഞു. സാറ് പഴംപൊരി മേടിച്ചു തരണമെന്ന്. സാർ അങ്ങനെ അത് മേടിച്ചു കൊടുക്കുന്നു. എന്റെ കൃഷ്ണ,
ശ്രീകൃഷ്ണ, നിന്റെ ഭക്തയ്ക്ക് ഇത് എന്തു പറ്റി? പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. എന്നാ മുമ്പൊരിക്കല് സാർ ബൈക്കിൽ കറങ്ങാൻ പോയായിരുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്യാമേ. ടീച്ചർ പറഞ്ഞല്ലോ കോളേജിൽ അഖിൽ സാർ വലിയ ഹീറോ ആയിരുന്നു. ആരെന്ത് ആഗ്രഹം പറഞ്ഞാലും സാർ സാധിച്ചു കൊടുക്കുമെന്ന്. ഞാനോ? എനിക്കറിയില്ല. ആളെത്തിയല്ലോ, നമുക്ക് സംശയം തീർക്കാം. എടോ ഞാനേ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ടീച്ചറെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ എന്താ വരുന്നേ? വരട്ടെ. നിക്ക്. ആദ്യം നമുക്ക് ഇത് ക്ലിയർ ചെയ്യണം. വന്ദന, ഞാൻ തന്നെ എപ്പോഴാ ബൈക്കിൽ എത്തിക്കൊണ്ട് പോയേ? ആഹാ, ശ്യാമ അതിനിടയ്ക്ക് ഇവിടെ എത്തിച്ചോ അത്? അല്ല, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. ഇങ്ങനെ തമാശ പോലെ പറയില്ലേ, അങ്ങനെ. ശ്യാമ തമാശ പറഞ്ഞാണെങ്കിലും ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. എന്നാ ഞാൻ തന്നെ ബൈക്കിൽ കൊണ്ടുപോയത്? തനിക്ക് പഴംപൊരി വാങ്ങിച്ചു തന്നത്? ഞാൻ പൊതുവെ കാര്യങ്ങൾ പറഞ്ഞതാ. കോളേജാകുമ്പോ ബൈക്കിൽ കയറും, എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ പറഞ്ഞതാ. ടീച്ചർ എന്തൊക്കെയാ പറയുന്നു? പരസ്പര ബന്ധമില്ലാത്ത പോലെ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒളിച്ചു കളിക്കുന്നതാണോ? അതൊക്കെ പോട്ടെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റുഡന്റിന്റെ ശ്രദ്ധ ഇടയ്ക്കൊക്കെ മാറി. അഖിലേ, നാളെ ജനറൽ നോളജിന്റെ ഒരു ടെസ്റ്റ് വാങ്ങണം. നാളെ വാങ്ങിക്കാം. ഓക്കെ, എന്നാ ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വന്ദന തമാശ പറഞ്ഞത് താൻ സീരിയസ് ആക്കിയല്ലേ? അല്ല, ടീച്ചർ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഇടോ ശ്യാമേ, താനൊരു പഞ്ചപാവ. ഓരോ നിമിഷവും താൻ എന്റെ മനസ്സില് കൂടുതൽ കടന്നു കയറുന്നത് ഈ പാവത്വം കൊണ്ടാ. ഒട്ടിപ്പെണ്ണ്, മണ്ടിപ്പെണ്ണ് അങ്ങനെയൊക്കെ പറയില്ലേ ചിലര്? അങ്ങനെയുള്ളൊരു പെണ്ണാ നീ. എന്നുവെച്ചാ ബുദ്ധിയില്ലാന്നല്ല, ശുദ്ധമായ പെണ്ണ്. ആരെന്ത് പറഞ്ഞാലും സത്യമാണെന്ന് കരുതും. കാരണം താൻ സത്യം പറയൂ, അതുകൊണ്ടാ. ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഹാഭാഗ്യം ഒന്നേ ഉള്ളൂ, അത് തന്നെ കിട്ടിയതാ. സർ, എനിക്ക് കണ്ണ് നിറഞ്ഞു പോവും. ടീച്ചർ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് പ്രയാസം തോന്നി, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. എടോ, എനിക്ക് ബൈക്കിൽ കറങ്ങാനും പഴംപൊരി വാങ്ങിക്കൊടുക്കാനും ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, അത് താനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏയ്, എന്താന്ന്? ഫോട്ടോഷോപ്പ്. ഓക്കെ, കംപ്ലീറ്റ്. അപ്പോ നമ്മുടെ ഗെയിമിന്റെ 1ാം സീക്വൻസ് തുടങ്ങിയാണ്. എന്താ മനസ്സിലായില്ല? അഖിലിനെ ശ്യാമയും തമ്മിൽ അകറ്റാനുള്ള പരമ്പരയിലെ ആദ്യ ഭാഗം തുടങ്ങുകയാണ്. തെളിച്ചു പറ. ഇത് നീയും ആക്കിയല്ലേ? അതെ, ഒരു കോളേജ് നാടകത്തിൽ അഭിനയിച്ചതാ. ഫോണിന്റെ ഗാലറിയിൽ നിന്ന് തപ്പിയെടുത്തതാ. ഇനിതാ ഇതൊന്ന് നോക്ക്. കോളേജിലെ നാടക ഫോട്ടോ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയതാ. പ്രണയിച്ചു നിൽക്കുന്ന അഖിലും ഞാനും, അങ്ങനല്ലേ തോന്നൂ? ഇനി നമ്മളിവിടെ ഒരു നാടകം തുടങ്ങാൻ പോവുക.
മനസ്സിലായി. ഈ ഫോട്ടോ ശ്യാമയുടെ മുമ്പിൽ എത്തണം. കറക്റ്റ്. പക്ഷേ നീയോ ഞാനോ അല്ല ഈ ഫോട്ടോയെ കുറിച്ച് ശ്യാമയോട് പറയേണ്ടത്. അവളോട് അടുപ്പമുള്ള മറ്റാരെങ്കിലും പറയണം. അപ്പോ അമൃത. കറക്റ്റ്. ഒരാളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം അവരോട് അടുത്ത് നിൽക്കുന്നവരിൽ കൂടിയാ. അമൃത പറയുന്നത് ശ്യാമ വിശ്വസിക്കുമെങ്കിൽ ആദ്യം അമൃതയെ വിശ്വസിപ്പിക്കണം. അത് ഞാൻ ഏറ്റുമോളെ. വന്ദനിരിക്കും. അഖിലിന്റെ കാമുകിയാണ് വന്ദന. മനഃപൂർവമാണ് അഖില് വന്ദനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ കൃത്യമായ രീതിയില് ഞാൻ അവരോട് പറയുന്നുണ്ട്. അവൾ അത് ശ്യാമയോട് പറയും. ശ്യാമയുടെ മനസ്സിൽ ടെൻഷനും തുടങ്ങും. അവളുടെ മനസ്സിലെ ടെൻഷൻ കയറും. അവള് പഠിത്തം മതിയാക്കും. കമ്പനി മേധാവിയാകുന്നതും മറക്കും. നീയും അഖിലും മാത്രമാവും അവളുടെ മനസ്സില്. നമിച്ചു മോളെ, നിന്നെ ഞാൻ നമിച്ചു. കുറച്ചു മുമ്പ് ശ്യാമയുടെ മുറിയിൽ അഖിൽ ശ്യാമയെ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു കേട്ടു. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരുടെ മനസ്സുകൾ തമ്മിൽ കെട്ടിപ്പിടഞ്ഞു കിടക്കുക, ഒട്ടിച്ചേർന്നിരിക്കുക. അതിനെ അകറ്റി മാറ്റാൻ കുറെ ശ്രമിക്കേണ്ടി വരും. ആ ശ്രമത്തിന്റെ ഒന്നാം രംഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ടീച്ചറെ, ഞാൻ അമൃതയുടെ അടുത്തേക്ക് പോവുകയാണേ. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശ്യാമയുടെ ജീവിതം തകർന്നു. അതിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചുമ്മാ തകർന്നാ പോരാ, തകർന്നു പൊടിയണം, ഭസ്മമാവണം. ആ ഭസ്മം അറബിക്കടലിൽ കൊണ്ടുപോയി ഒഴിക്കുകയും വേണം. അപ്പൊ ഞാൻ അമൃതയുടെ അടുത്ത് ചെല്ലട്ടെ? വേഗം ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.